കത്ത് വിവാദത്തിലെ വസ്തുതകൾ വെളിവാക്കുന്ന രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. ഷർഷാദ് 2024 മെയ് 24-ന് CPIM നേതൃത്വത്തിന് അയച്ച പരാതിയുടെ പകർപ്പാണ് പുറത്തുവന്നിരിക്കുന്നത്. CPIM-നോ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയോ ഒരിക്കലും കുറ്റപ്പെടുത്തലില്ല എന്നാണ് പരാതിയിൽ ഷർഷാദ് പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ നൈതികതയും രാഷ്ട്രീയ മൂല്യവും ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ്. തന്റെ പരാതി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മാത്രമെന്നും ഷർഷാദ് പറയുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യാജ പ്രചാരണങ്ങളെയും പൊളിക്കുകയാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ? മസ്ജിദ് അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ CPIM-നും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ വസ്തുത എന്ത് എന്നുള്ള കാര്യം തന്നെയാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ പുറത്തുവിടുന്നത് മറ്റാരുടെയുമല്ല, ഷർഷാദ് അയച്ച പരാതി, CPIM-ന് ഷർഷാദ് അയച്ച പരാതിയുടെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഇത് 2024 മെയ് 17-നാണ് ഷർഷാദ് ഈ ഒരു പരാതി അയച്ചിട്ടുള്ളത്. അത് ഇവിടെ തിരുവനന്തപുരത്ത് AKG സെന്ററിലേക്കും അതോടൊപ്പം തന്നെ ദില്ലിയിൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, MA ബേബി, ഒപ്പം തന്നെ CPM CC, സ്വരാജ്, A റഹീം എന്നിവരുടെ ഒക്കെ മെയിലുകളിലേക്കായി ഈ പരാതി ഷർഷാദ് അന്ന് തന്നെ അയച്ചിരുന്നു. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. താൻ ഒരിക്കലും, അതായത് അതിൽ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: I have never accused CPIM and its secretary Sri MV Govindan of indulging in any shady financial transactions എന്ന് തന്നെ വ്യക്തമായി ഷർഷാദ് സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിനർത്ഥം താൻ ഒരിക്കലും CPIM-നെയോ അല്ലെങ്കിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയോ ഒരു തരത്തിലും താൻ കുറ്റപ്പെടുത്തിയിട്ടോ പരാതി പറഞ്ഞിട്ടോ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് കൃത്യമായ രീതിയിൽ ഷർഷാദ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ I have the highest regard and respect for him എന്നുകൂടി ഇതിൽ കൃത്യമായ രീതിയിൽ സൂചിപ്പിക്കുന്നു. And have always been an admirer of his ethics and principles. അദ്ദേഹത്തിൻ്റെ നൈതികതയും മൂല്യങ്ങളിലും അത്തരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നത്. തൻ്റെ കൺസേൺ, തൻ്റെ പരാതി എന്ന് പറയുന്നത് അത് ഒരാൾക്കെതിരെ മാത്രമാണ്. അത് മിസ്റ്റർ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മാത്രമാണ് തൻ്റെ പരാതി എന്ന് പറയുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് രാജേഷ് കൃഷ്ണയ്ക്ക് CPIM-ലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. പക്ഷേ ഈ ബന്ധത്തെ അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ പരാതിയിൽ CPIM-ന് അയച്ചിട്ടുള്ള പരാതിയിൽ എടുത്തു പറയുന്നത്. അതിനൊപ്പം തന്നെ താൻ എന്തൊക്കെ വിഷയങ്ങളാണോ ഉന്നയിച്ചിട്ടുള്ളത്, അതായത് ചില പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത്, പക്ഷേ ആ പരാതികൾ ഒന്നും തന്നെ തൻ്റെ കൈവശമുള്ള തെളിവുകളുടെയോ മറ്റു വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല, എല്ലാം രാജേഷ് കൃഷ്ണ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു പരാതിയിലൂടെ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനമായും ഷർഷാദ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തമാകുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാജേഷ് കൃഷ്ണയെ ഉപയോഗിച്ചുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും CPIM-നെതിരെയും വലിയ തോതിലുള്ള കടന്നാക്രമണം നടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടന്നത്. അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്തിനെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ ഈ പരാതി നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ ഈ പരാതിയിൽ എവിടെയും CPIM-നെതിരെയോ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയോ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്തിനെതിരെയോ ഒരു തരത്തിലുള്ള ആരോപണവും പരാതിയും ഷർഷാദ് ഉന്നയിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. അസ്ഡ. ശരി, ഷീജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്. CPIM-നെതിരെ വലിയ ആയുധമാക്കി ഉപയോഗിച്ച ആ കത്താണ് ഇപ്പോൾ അതിന്റെ പൂർണ്ണ രൂപമാണ് പുറത്തുവിടുന്നത്. പ്രചാരണങ്ങൾ പോലെ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഒരാരോപണവും ആ കത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, പ്രചാരണങ്ങളുടെയൊക്കെ മുനയൊടിക്കുകയാണ് ആ കത്തിന്റെ യഥാർത്ഥ രൂപം. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.